Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിന്റെ സിം ട്രേ അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഇട്ടിരിക്കുന്ന ആ ട്രേ റിമൂവ് ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ പുറത്തോട്ട് എടുക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ അത് വെളിയിൽ എടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അത് ഡെഡിക്കേറ്റഡ് സ്ലോട്ടുള്ള സിം ട്രേ ആയിരുന്നാലും ശരി അല്ലെങ്കിൽ ഹൈബ്രിഡ് സ്ലോട്ട് ആയിരുന്നാലും ശരി നിങ്ങൾക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും ഷോപ്പിൽ കൊടുക്കാതെ. അതിനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സിം അല്ലെങ്കിൽ മെമ്മറി കാർഡൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള സിം ഇജക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഹോളിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ സിം ട്രേ വെളിയിലോട്ട് ഇളവി വരും, പുറത്തോട്ട് വരും, നമ്മൾ വെളിയിലെടുക്കുക. അങ്ങനെയാണ് സാധാരണഗതി നമ്മൾ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഈ സിം ഇജക്ടർ ഉപയോഗിച്ചുകൊണ്ട് കുത്തിയിട്ടും സിം ട്രേ വെളിയിലോട്ട് വരുന്നില്ല, സ്ട്രക്കായിട്ട് ജാമായിട്ട് നിൽക്കുകയാണെങ്കിൽ പല സാഹചര്യങ്ങൾ കൊണ്ട് ജാമായി നിൽക്കാം. നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ട് പൊടിയൊക്കെ കയറിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അഴുക്കൊക്കെ കയറിയിട്ട് ജാമായിരിക്കും, പല കാരണങ്ങൾ കൊണ്ട് ജാമായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്കിത് സിം ട്രേ പുറത്തെടുക്കാൻ സാധിക്കാതെ വരിക, ഇജക്ടർ ഉപയോഗിച്ച് പുറത്തെടുക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വളരെ 1-2 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം, അതിലേക്ക് പോകാം. ഏകദേശം 90% ഫോണുകൾക്കും ഇത് സക്സസ് ആണ്. ഓക്കെ, നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സിം ട്രേ ജാം ആവുകയാണെങ്കിൽ അതെങ്ങനെ പുറത്തെടുക്കാമെന്ന് നോക്കാം. ഇത് ഇപ്പോൾ ഷോപ്പിൽ വന്നൊരു ഫോണാണ്. ഇതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് അവർക്ക് ആ സിം ട്രേ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഇഷ്യൂസ്. അത് ഞാനും ചെക്ക് ചെയ്ത് നോക്കി, പക്ഷേ സിം ട്രേ പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല, ജാമായിരിക്കുകയാണ്. ഞാൻ ഇത് വെച്ച് കുത്തി നോക്കി, പക്ഷേ വെളിയിലോട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അത്തരം കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ജാമായിരിക്കുകയാണെങ്കിൽ നമ്മൾ ഷോപ്പിലേക്ക് കൊടുത്തിട്ട് നമ്മൾ കുത്തിയൊക്കെ വെളിയിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മുടെ ഫോൺ പൊളിക്കണം. എന്നാൽ ഫോൺ പൊളിക്കാതെ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ സിം ട്രേ ഇതേപോലെ ജാമായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 90% അല്ലെങ്കിൽ 95% നമുക്ക് ഇത് പുറത്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ടേപ്പ് വേണം. അത് സിംഗിൾ ടേപ്പ് ആയിരുന്നാലും ശരി, ഡബിൾ ടേപ്പ് ആയിരുന്നാലും ശരി. എൻ്റെ കയ്യിലിരിക്കുന്ന ഡബിൾ ടേപ്പാണ്. സിംഗിൾ ടേപ്പ് ആയിരുന്നാലും നല്ല ഒട്ടുന്ന ഒരു സിംഗിൾ ടേപ്പ് ആയിരുന്നാലും മതിയാവും. ഡബിൾ ടേപ്പ് ആണെങ്കിൽ നല്ല ഒട്ടും, അതുകൊണ്ടാണ് ഞാൻ ഡബിൾ ടേപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ വില കുറഞ്ഞ സാധനം തന്നെയാണ്. 10-15 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്ന ഒരു ടേപ്പാണ് ഡബിൾ ടേപ്പ്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുക, ഇത് കുറച്ച് വാങ്ങുക. ഞാൻ ഉപയോഗിക്കുന്ന ഡബിൾ ടേപ്പാണ്. ഡബിൾ ടേപ്പ് കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കണ്ടോ, ഇതേപോലെ കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഡബിൾ ടേപ്പ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. കാരണം എന്ന് പറയുന്നത് നല്ല ഡബിൾ ടേപ്പൊക്കെ നല്ല സ്റ്റിക്കി, നല്ല ഒട്ടുന്ന സാധനമാണ്. സിംഗിൾ ടേപ്പിനേക്കാൾ ഡബിൾ ടേപ്പ് നല്ലതാണ്. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ മടക്കിയെടുക്കുക. ഓക്കെ, മടക്കിയെടുത്ത ശേഷം നമുക്ക് ഏത് സിം ട്രേ എടുക്കാനാണോ ആ സിം ട്രേയുടെ ഈ ഒരു അളവിന് മാത്രം ചെയ്താലും മതിയാവും. ജസ്റ്റ് അതിൻ്റെ പുറത്ത് നല്ല രീതിയിൽ ഇത് കണ്ടോ, ഇത് സിം ട്രേ ആണ്, ഇത് ഇളക്കാൻ സാധിക്കുന്നില്ല. ഈ സിം ട്രേയുടെ മുകളിലായിട്ട് നല്ല രീതിയിൽ ഒട്ടിക്കുക. കണ്ട, ഇതേപോലെ ഒട്ടിക്കുക. ഒട്ടിച്ച ശേഷം പതുക്കെ ഇളക്കി പതുക്കെ അനക്കുക. ഇതേപോലെ അനക്കി കണ്ടാ വളരെ ഈസി ആയിട്ട് ഇളകുന്ന കണ്ടാ. നമ്മൾ യാതൊരുവിധ പിന്നെ ഒന്നും തന്നെ ഉപയോഗിക്കാതെ എത്ര ജാമായിരുന്നാലും ശരി നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ വേറെ ഫോണിലും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഡബിൾ ടേപ്പ് അതിൻ്റെ പുറത്ത് നല്ല രീതിയിൽ ഒട്ടിച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യുമ്പോൾ നല്ല ഒട്ടും. അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കിയ ശേഷം കണ്ടാ ഇളകി വന്നാൽ കണ്ടാ സിമ്പിളായിട്ട് ഇളകി വരും. ഓക്കെ, ഞാൻ ഇപ്പുറത്തേയും കൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ ഇതും കൂടെ കാണിച്ചു തരാം. അതായത് ഇത് ഇവിടുത്തെ സിം സ്ലോട്ടും ഈസി ആയിട്ട് സിം ട്രേയും ഈസി ആയിട്ട് നമുക്ക് ഇളക്കാൻ സാധിക്കും. കണ്ടാ, ഡബിൾ ടേപ്പ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇളക്കാൻ സാധിക്കും. സിംഗിൾ ടേപ്പ് ആയിരുന്നാലും യൂസ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതിൽ സിംഗിൾ ടേപ്പിൽ നിങ്ങൾക്ക് ഇളക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡബിൾ ടേപ്പ് യൂസ് ചെയ്യുക. ഓക്കെ, വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ്. ഷോപ്പിൽ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട്, അല്ലെങ്കിൽ ബോർഡ് പുറത്തെടുക്കാതെ തന്നെ ഈസി ആയിട്ട് നിങ്ങളുടെ സിം ട്രേ നിങ്ങൾക്ക് വെളിയിലെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമുമായി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID ഈ ഒരു ചാനലിൻ്റെ എബോട്ട് സെക്ഷനിലുണ്ട്. നിങ്ങൾക്ക് അതുമായി ഞങ്ങൾ ജോയിൻ ചെയ്യുക, ഞങ്ങളെ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.